കുറച്ച് നാളുകളായിട്ട് അൻസിബയും അമ്മയും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറേയധികം പേര് അൻസിബയ്ക്കെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അൻസിബ പറയുന്നതൊക്കെ കള്ളമാണ് എന്നുള്ള രീതിയിൽ. ഒരാളാണ് ഈ ഒരു ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നെ അങ്ങനെ കുറേയധികം പേര് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അൻസിബ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അത് യൂട്യൂബ് ചാനൽ വഴിയാണ് തൻ്റെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ കുറേയധികം പേര് പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ ക്യാരക്ടർ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതെല്ലാവരും വിശ്വസിക്കുമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് കേസ് കൊടുക്കാൻ ചെന്ന സമയത്ത് അവർ കേസ് വാങ്ങാൻ റെഡി ആയിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഇത് മാനനഷ്ട കേസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് ഉണ്ടെങ്കിൽ കോടതി എടുത്ത് പറഞ്ഞത് അൻസിബയുടെ കേസ് മാത്രം അന്വേഷിക്കാനല്ല പോലീസുള്ള എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം, എനിക്കെതിരെ നടക്കുന്ന നീതികേടിനെല്ലാം ഞാൻ എതിരെ നിൽക്കും. അതിൽ ജയിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പും അങ്ങനെ എനിക്കെതിരെ കുറേയധികം പേര് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നീതി ചോദിച്ചു പോയ സമയത്ത് പോലും നീതി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ അതിനു വേണ്ടി പോരാടി അവസാനം കിട്ടിയതാണ്. അതേ കണക്ക് തന്നെ ഞാൻ ഇപ്പോഴും പോരാടും എന്നുള്ളൊരു കാര്യം കൂടിയാണ് അൻസിബ ഒരു പോസ്റ്റിൽ പറയുന്നത്.